ശരിക്കും നമ്മൾ മലയാളികൾ മനസ്സ് തുറന്ന് ചിരിക്കാറേ ഇല്ല. ഒരുപാട് പ്രശ്നങ്ങൾ, യുദ്ധം, ടെൻഷൻ, EMI അടയ്ക്കണം, മൊത്തം മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് നാളുകളേറെ ആയി അല്ലേ. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. മുഴുവൻ വീഡിയോയും കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാമല്ലേ. അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അതായത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നമ്മുടെ കോൺഗ്രസിൻ്റെ 5 വാഗ്ദാനങ്ങൾ. ഓക്കെ. അതായത് നമ്മുടെ മറ്റേ പുതുയുഗ യാത്ര അല്ല, VD സതീശൻ്റെ അതിൻ്റെ സമാപന ചടങ്ങിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് ഇത് പ്രഖ്യാപിച്ചത്. അപ്പൊ എന്താണ് ഈ കോൺഗ്രസിന്റെ 5 വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കണ്ട. അതായത് 1, KSRTC വനിതകൾക്ക് സൗജന്യ യാത്ര. ഇതാണ് ഒന്നാമത്തെ വാഗ്ദാനം. അതായത് KSRTC എങ്ങനെയൊക്കെയോ നമ്മുടെ ഗണേഷ് കുമാർ കൈപ്പിടിച്ച് ഉയർത്തി KSRTC എങ്ങനെയൊക്കെയോ ദാരിദ്ര്യമൊക്കെ ആക്കി, എങ്ങനെയൊക്കെയോ KSRTC ലെവലാക്കി കൊണ്ടുവരികയാണ്. ആ സമയത്താണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അതായത് KSRTC അടിയന്തരം കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ തീരുന്നുള്ള അർത്ഥമാണ് അത് അർത്ഥമാക്കുന്നത്. ഓക്കെ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞാൽ ഒരു സ്ത്രീ കയറി മറ്റേ ബാംഗ്ലൂർ യാത്രയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പകുതി മുക്കാലും സ്ത്രീകളായിരിക്കും. മനസ്സിലായ? ആകെ KSRTC വരുമാനം എന്ന് പറയുന്നത് മറ്റേ ഔട്ടർ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്താണ്. അത് രണ്ടും തമിഴ്നാട്, ബാംഗ്ലൂരിലെ. അതിൽ സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? KSRTC എന്തായാലും KSRTC കാര്യത്തിൽ തീരുമാനമായി. പിന്നെ അടുത്ത രണ്ടാമത്തെ കോൺഗ്രസിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് സാമൂഹ്യ പെൻഷൻ 3000 രൂപയാക്കും. അങ്ങനെയുണ്ട്. 600 രൂപ കൊടുക്കാൻ പറ്റാത്ത ടീമുകളാണ് 3000 കൊടുക്കും പറഞ്ഞിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത് കേട്ടല്ലോ അല്ലേ. അപ്പൊ ഇനി അടുത്ത മൂന്നാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ്. അതായത് 25 ലക്ഷം രൂപന്റെ പരിരക്ഷ, ഇൻഷുറൻസ് പരിരക്ഷ. ഇതാണ് മൂന്നാമത്തെ വാഗ്ദാനം. അങ്ങനെ കുഴപ്പമില്ല അല്ലേ. പിന്നെ അടുത്തൊരു നാലാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപന്റെ യുവാക്കൾക്ക് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. രസമുണ്ടല്ലേ കേൾക്കാൻ. അതായത് കോൺഗ്രസ് ഗവൺമെന്റാണ് ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ PSC നിയമനം എന്ന് പറയുന്നത് സ്തംഭനമാക്കിയ വ്യക്തിയാണ്. ഓക്കെ. അതായത് കെ കരുണാകരൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം യുവാക്കളിനെ വളരെയേറെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ കരുണാകരന്റെ കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യുവാക്കൾക്ക് പലിശരഹിത വായ്പ 5 ലക്ഷം കൊടുക്കുന്നതാണ് പറയുന്നത്. പിന്നെ അടുത്തത് വയോജനങ്ങൾക്ക് ക്ഷേമം. ഇതൊക്കെയാണ് 5 വാഗ്ദാനങ്ങൾ. എങ്ങനെയുണ്ട് തമാശ? പിന്നെ ഇതില് ഏറ്റവും വലിയ തമാശ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടത്തിയ ആരാണെന്ന് അറിയോ? അതായത് ഇത് ജനങ്ങളുടെ ഇടയിൽ ഈ 5 വാഗ്ദാനങ്ങള് ഇമ്പാക്ട് സൃഷ്ടിക്കാൻ നോക്കി സർവേ നടത്തിയ ടീമുകൾ നമ്മുടെ മനോരമയാണ്. പിന്നെ അതിന് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അതിന്റെ റിസൾട്ടാണ്. അതായത് ഈ 5 വാഗ്ദാനങ്ങള്, അതായത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, അതായത് KSRTC സൗജന്യ യാത്ര, 3000 രൂപ സാമൂഹ്യ പെൻഷൻ, ഉമ്മൻചാണ്ടിന്റെ 25 ലക്ഷം രൂപ പരിരക്ഷ, യുവാക്കൾക്ക് 5 ലക്ഷം തൊഴിൽ സംബന്ധമായ പലിശരഹിത വായ്പ, പിന്നെ വയോജനങ്ങൾക്കുള്ള ഇത് ഇല്ലേ. അപ്പൊ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരു സർവേ മനോരമ നടത്തിയിട്ടുണ്ടായിരുന്നു. അതില് 57.9% പേരും ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതായത് കോൺഗ്രസിനെ വളരെയേറെ
മെച്ചപ്പെടുന്നാണ് ഒരു 57.9% പേര് അഭിപ്രായപ്പെട്ടെന്നാണ് മനോരമ പറയുന്നത്. അങ്ങനെ ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്. പിന്നെ ഒരു 37 സംതിങ് ടീമുകൾ ഇത് വലിയ സ്വാധീനിക്കില്ല എന്ന് പറയുന്നു. ഒരു 6% ഇതിലൊന്നും പങ്കെടുത്തില്ല എന്നാണ് പറയുന്നത്. എന്താ അവസ്ഥ അല്ലേ? ഇപ്പോ ഈ 5 കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ വാഗ്ദാനങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ അത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ.